അമേരിക്കക്കും ഇസ്രായേലിനും ശക്തമായൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുകയാണ്. ഇനി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ കഠിനമായ പ്രഹരശേഷിയുള്ളതും കൃത്യതയുമാർന്ന വലിയ മിസൈലുകൾ ഉപയോഗിക്കുമെന്നാണ്. കൂടുതൽ ആയുധങ്ങൾ, ഇതുവരെ പുറത്തെടുത്തിട്ടില്ലാത്ത അതിശക്തമായ ആയുധങ്ങൾ പുറത്തെടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഫാസ്റ്റ് ന്യൂസ് ആണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത്. ഇറാന്റെ മിലിറ്ററി സ്പോക്സ്മാൻ ആണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അന്നഹു ഇതെന്തല ഹർബുൻ ജദീദ, ഇനി ഒരു പുതിയ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ മുമ്പ് യുദ്ധത്തിൽ ഞങ്ങൾ ഉപയോഗിച്ച പോലെ ആയിരിക്കുകയില്ല, പൂർണ്ണമായും അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യാസങ്ങൾ അത് പോർമുനകളിലുള്ള വ്യത്യാസങ്ങളാകാം, ശക്തമായ പ്രഹരശേഷിയുള്ള പോർമുനകൾ ഉപയോഗിക്കാം. ഔ ദിക്കത്തിൽ ഇസാബ, അല്ലെങ്കിൽ കൃത്യതയിലായിരിക്കും മാറ്റങ്ങൾ വരിക, അല്ലെങ്കിൽ മിസൈലുകളുടെ ദൂരപരിധിയിൽ റേഞ്ചിലായിരിക്കും. ഔ ഐ മജാലിൻ ആഖർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിൽ ഞങ്ങളുടെ ആയുധങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്, ഒരു ലോകത്തെ വിറപ്പിച്ച ഒരു ആണവായുധത്തിന് തുല്യമായ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചത്, അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയത്. എന്നാൽ സമാനമായ തന്ത്രപരമായ പലതും ഇനിയും ഇറാൻ പുറത്തെടുക്കാനുണ്ട്. നമുക്കറിയാം, ഹോർമുസ് കടലിടുക്കിൽ ഇതുവരെ തടഞ്ഞത് കപ്പലുകളാണെങ്കിൽ ഇനി അണ്ടർ വാട്ടർ നെറ്റ് കേബിളുകൾ വിച്ഛേദിക്കാൻ, അല്ലെങ്കിൽ അതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനും ലോകത്തുള്ള ബാങ്കിങ് സംവിധാനങ്ങൾ, അതുപോലെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, ഇതിനെയെല്ലാം പിടിച്ചുലക്കാൻ ഇറാന് സാധിക്കുമെന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അമേരിക്ക അടക്കമുള്ള പല രാഷ്ട്രങ്ങളിലുമുള്ള ഇന്റർനെറ്റുകൾ, അവരുടെ പ്രധാനപ്പെട്ട സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള കഴിവ് ഇറാന് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ സ്തംഭിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള ആണവ ആയുധങ്ങളോട് സമാനമായ പ്രഹരശേഷിയുള്ള, ലോകത്തിന് മുഴുവനും പ്രതിസന്ധിയിലാക്കാൻ പറ്റിയ രൂപത്തിലുള്ള ആയുധങ്ങൾ ഇനിയും ഇറാനുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ട്രംപൊക്കെ പരാജയപ്പെടുന്നത്. അത്തരത്തിൽ ട്രംപ് ഇനിയും പരാജയപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഉപാധികൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാകുന്ന, നിർബന്ധിതനാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്താൻ ഇനിയും ഇറാൻ സാധിക്കുമെന്നാണ് ഇറാൻ ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഉപയോഗിച്ച ആയുധങ്ങളിൽ തന്നെ വ്യത്യസ്തമായ രീതികളായിരിക്കും ഇനി ഉണ്ടാവുക. ഈ വാർത്തയുടെ അവസാനം പറയുന്നത്, ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ആയുധങ്ങളിൽ ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം തന്നെ ഞങ്ങളുടെ ആയുധങ്ങളിൽ ഒരുപാട് ഡെവലപ്മെന്റുകൾ നടന്നിട്ടുണ്ട്, അപ്ഡേഷനുകൾ നടന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല. ഞങ്ങളുടെ ആയുധങ്ങളിലുള്ള അപ്ഡേഷൻ ഓരോ ദിവസവും തുടർന്നുകൊണ്ടിരിക്കും. ശത്രുവിനെതിരെ ഞങ്ങൾ ഏത് സമയത്തും തയ്യാറായിരിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.